രാത്രിയിലെ മഴയും നിന്റെ പ്രണയവും. ആലപ്പുഴയിലെ ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു അർജുൻ താമസിച്ചിരുന്നത്. മഴയെ അതിപ്രിയമായിരുന്ന അവൻ ഓരോ സന്ധ്യയും വീട്ടിന്റെ മുന്നിലെ പഴയ മരച്ചുവട്ടിലിരുന്ന് മഴ നോക്കുക പതിവായിരുന്നു. എന്നാൽ അവന്റെ ജീവിതം ഒറ്റപ്പെട്ടതായിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി ചായ കുടിച്ച് പഴയ പാട്ടുകൾ കേട്ട് ഉറങ്ങുക, അതായിരുന്നു അവന്റെ ദിവസങ്ങൾ. ഒരു ദിവസം ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ബസ് സ്റ്റാൻഡിൽ കുടയില്ലാതെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. വെള്ള നിറമുള്ള ചുരിദാറിൽ മുഴുവനും നനഞ്ഞു നിന്ന അവൾക്ക് കണ്ണുകളിൽ ഒരു ചെറിയ വിഷാദമുണ്ടായിരുന്നു. അർജുൻ അടുത്തേക്ക് ചെന്നു തന്റെ കുട അവൾക്ക് നീട്ടി. "ഇതുപയോഗിക്കൂ, അല്ലെങ്കിൽ മുഴുവനായി നനയും," അവൻ മൃദുവായി പറഞ്ഞു. പെൺകുട്ടി ചെറിയൊരു പുഞ്ചിരിയോടെ കുട സ്വീകരിച്ചു. "നന്ദി, ഞാൻ നന്ദന," അവൾ പറഞ്ഞു. ആ ഒരു പരിചയം അർജുന്റെ ജീവിതം മാറ്റിമറിച്ചു. അടുത്ത ദിവസങ്ങളിൽ അവരൊരുപാട് സംസാരിക്കാൻ തുടങ്ങി. മഴയുള്ള ദിവസങ്ങൾ ഇരുവരുടെയും പ്രിയപ്പെട്ട സമയമായി മാറി. ചായക്കടയിലിരുന്ന് ചൂടൻ ചായ കുടിക്കുമ്പോൾ അവർ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. നന്ദനയുടെ ചിരി കേൾക്കുമ്പോൾ അർജുന് ലോകം മുഴുവൻ മനോഹരമായി തോന്നി. ഒരു വൈകുന്നേരം കടൽക്കരയിൽ മഴ പെയ്യുമ്പോൾ അയർ നടന്നുകൊണ്ടിരുന്നു. കാറ്റ് ശക്തമായിരുന്നു. നന്ദന അർജുന്റെ കൈ പിടിച്ചു. "നിനക്കൊപ്പം നടക്കുമ്പോൾ എനിക്ക് ഭയമൊന്നുമില്ല," അവൾ പറഞ്ഞു. ആ വാക്കുകൾ അർജുന്റെ ഹൃദയത്തിൽ ആഴത്തിൽ തട്ടി. അവൻ ആദ്യമായി ഒരാളെ ഇത്ര സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. എന്നാൽ ഒരു ദിവസം നന്ദന പെട്ടെന്ന് അർജുനിൽ നിന്ന് അകന്നു തുടങ്ങി. ഫോൺ വിളികൾ കുറയുകയും സന്ദേശങ്ങൾക്ക് മറുപടി വൈകുകയും ചെയ്തു. അർജുൻ ആശങ്കയിലായിരുന്നു. അവസാനം ഒരിക്കൽ മഴ പെയ്യുന്ന രാത്രിയിൽ നന്ദന അവനെ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് വിളിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. "അർജുൻ, ഞാൻ നാളെ ഈ ഗ്രാമം വിടുകയാണ്," അവൾ പറഞ്ഞു. അർജുന്റെ ഹൃദയം ഒന്നു നിശ്ചലമായി. "എന്തിന്?" അവൻ വിറയുന്ന ശബ്ദത്തിൽ ചോദിച്ചു. "അച്ഛന്റെ ജോലി കാരണം ഞങ്ങൾ ദൂരേക്ക് പോകണം. ഞാൻ നിന്നെ മറക്കില്ല, പക്ഷേ നമ്മുടെ ജീവിതം ഒരുമിക്കുമോ എന്നെനിക്കറിയില്ല." മഴ. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ രാത്രിയും 11:45 ഒരു അവസാന ട്രെയിൻ എത്തും. ആ ട്രെയിനിൽ നിന്ന് ഓരോ ദിവസവും ഒരേ പെൺകുട്ടി ഇറങ്ങുന്നത് ആദിൽ ശ്രദ്ധിച്ചിരുന്നു. അവൻ സ്റ്റേഷനിലെ ചെറിയ ബുക്ക് സ്റ്റാളിൽ ജോലി ചെയ്യുകയായിരുന്നു. തിരക്കേറിയ ആളുകളുടെ ഇടയിൽ പോലും ആ പെൺകുട്ടിയുടെ നിശബ്ദത അവന്റെ കണ്ണിൽ പതിഞ്ഞു. അവൾ ട്രെയിനിൽ നിന്നിറങ്ങി ഒരു പുസ്തകം വാങ്ങും, പിന്നെ ഒന്നും പറയാതെ പോകും. ഒരു ദിവസം അവൾ വാങ്ങിയ പുസ്തകത്തിനുള്ളിൽ ഒരു ചെറിയ പേപ്പർ വീണു. ആദിൽ അതെടുത്തു നോക്കി. അതിലെഴുതിയിരുന്നത്, "ചില യാത്രകൾ വീട്ടിലേക്കല്ല, ഓർമ്മകളിലേക്കാണ്." ആ വാക്കുകൾ അവനെ സ്പർശിച്ചു. അടുത്ത ദിവസം അവൾ വീണ്ടും വന്നു. "ഇത് നിങ്ങളുടേതാണോ?" ആദിൽ പേപ്പർ കാണിച്ചു ചോദിച്ചു. അവൾ ചെറിയൊരു ചിരിയോടെ തല കുനിച്ചു. "അതെ, ചിലപ്പോൾ ഞാനെന്റെ ചിന്തകൾ പുസ്തകങ്ങളിൽ മറക്കും." അവളുടെ പേര് റീന. അങ്ങനെ അവരുടെ സംഭാഷണം തുടങ്ങി. ഓരോ രാത്രിയും റീന പുതിയൊരു പുസ്തകം വാങ്ങും. ആദിൽ അവൾക്ക് പുസ്തകങ്ങൾ ശുപാർശ ചെയ്യും. സ്റ്റേഷൻ പതിയെ അവരുടെ ചെറിയ ലോകമായി മാറി. "നീ എന്തിനാണ് എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നത്?" ആദിൽ ചോദിച്ചു. റീന ജനലിനു പുറത്തേക്ക് നോക്കി. "എന്റെ ജോലി മറ്റൊരു നഗരത്തിലാണ്, പക്ഷേ എന്റെ ഹൃദയം ഇവിടെ എവിടെയോ കുടുങ്ങി." ആദിൽ ചിരിച്ചു. "അപ്പോൾ അതിനെ കണ്ടെത്തണം." റീന ഒന്നും പറഞ്ഞില്ല, പക്ഷെ അവളുടെ കണ്ണുകളിൽ ഒരു വേദനയുണ്ടായിരുന്നു. കാലം കടന്നു. അവർ തമ്മിൽ കൂടുതൽ അടുത്തായി. ഒരു മഴയുള്ള രാത്രി ട്രെയിൻ വൈകി. സ്റ്റേഷൻ ശാന്തമായി. റീന മൃദുവായി പറഞ്ഞു, "ഞാനൊരാളെ സ്നേഹിച്ചിരുന്നു." ആദിൽ മിണ്ടാതെ കേട്ടു. "അവൻ ഈ സ്റ്റേഷനിൽ നിന്നാണ് അവസാനമായി യാത്ര പോയത്. അതിനുശേഷം ഞാൻ ട്രെയിനുകളെ വെറുക്കാനും സ്നേഹിക്കാനും തുടങ്ങി." ആദിലിന്റെ ഹൃദയം ഭാരമായി. "അപ്പോൾ നീ ഇപ്പോഴും അവനെ കാത്തിരിക്കുകയാണോ?" റീന ചെറുതായി ചിരിച്ചു. "ഇല്ല,
പക്ഷെ ചില ഓർമ്മകൾ അവസാന ട്രെയിൻ പോലെയാണ്. പോകും, പക്ഷെ ശബ്ദം മനസ്സിൽ തുടരും. ആ രാത്രി ആദിൽ അവൾക്കൊരു പുസ്തകം നൽകി. അതിനുള്ളിൽ ഒരു ചെറിയ കുറിപ്പ്: പുതിയ കഥകൾ തുടങ്ങാൻ ചില ട്രെയിനുകൾ നഷ്ടമാകണം. റീന അത് വായിച്ചു അവനെ നോക്കി.